നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരി അകമലയിൽ പുലർച്ചെ കാട്ടാനയിറങ്ങി ഭീതിയിലായി നാട്ടുകാർ. പുലർച്ചെ 1 മണിയോടെ കാട്ടാനയിറങ്ങി മണിക്കൂറുകളോളം പ്രദേശത്ത് നിലയുറപ്പിച്ചു. ജയേഷ്, ഉഷാദേവി എന്നിവരുടെ വീട്ടുപറമ്പിലെ മരങ്ങളും ചെടിച്ചട്ടികളും വ്യാപകമായി തകർക്കുകയും ചെയ്തു. കാട്ടാനകൾ ഇറങ്ങാതിരിക്കാൻ നിർമ്മിച്ച സൗരോർജ്ജവേലി വനംവകുപ്പിന്റെ അനാസ്ഥ മൂലം തകർന്നതായി ആക്ഷേപം. പരിഹാരമുണ്ടായില്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് കൗൺസിലർ KP മദനൻ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനുകളിലൊന്നായ ഷൊർണൂരിലെ പോലീസ് സ്റ്റേഷൻ ചോർന്നൊലിച്ച് ദുരിതത്തിൽ. മഴ ശക്തമായാൽ SIയുടെ മുറിയിലും ലോക്കപ്പിലും വെള്ളം ശേഖരിക്കാൻ ബക്കറ്റുകൾ സ്ഥാപിക്കേണ്ട ഗതികേട്. 60ഓളം ജീവനക്കാരുള്ള സ്റ്റേഷനിൽ വനിതാ പോലീസുകാർക്ക് പോലും ആവശ്യത്തിന് വിശ്രമമുറിയോ ശൗചാലയങ്ങളോ ഇല്ല. റെയിൽവേ സ്റ്റേഷൻ ആധുനിക രീതിയിൽ നവീകരിച്ചിട്ടും സുരക്ഷയില്ലാത്ത ഓടിട്ട പഴയ കെട്ടിടത്തോടുള്ള അവഗണന തുടരുന്നു. റെയിൽവേയുടെ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ സ്റ്റേഷനായി വിട്ടു നൽകാതെ ജീവനക്കാരുടെ സുരക്ഷ വെച്ച് അധികൃതർ പന്താടുന്നതായി പരാതി. പുഴയിൽ ഒഴുക്ക് ശക്തം. എരുമപ്പെട്ടി തയ്യൂർ ആലുക്കൽച്ചിറ താൽക്കാലിക ബണ്ട് റോഡിൽ ഗതാഗതം നിരോധിച്ചു. ആലുക്കൽച്ചിറ പാലത്തിന്റെ നിർമ്മാണവും നിർത്തിവെച്ചു. വാർപ്പിന്റെ സ്ട്രക്ചറിന് ഇളക്കം തട്ടിയതായി സംശയം. തടയണകളുടെ ഷട്ടറുകൾ ഉയർത്തിയതോടെയാണ് നീരൊഴുക്ക് വർദ്ധിച്ചത്. ഇതോടെ തീരദേശവാസികൾ വെള്ളപ്പൊക്ക ഭീതിയിലാണ്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുഴയിലെ മണ്ണും മുളങ്കൂട്ടങ്ങളും മാറ്റാൻ വൈകിയതാണ് വെള്ളപ്പൊക്ക ഭീഷണിക്ക് ഇടയാക്കിയതെന്ന് ആരോപിച്ച് പഞ്ചായത്ത് മെമ്പർ ഷാജി വർഗീസും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയിൽ വീണ്ടും കൂട്ടരാജി. ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 13 പേർ രാജിവെച്ചു. ലൈംഗിക അതിക്രമ കേസിലും ഫണ്ട് തിരിമറിയിലും പെട്ട നേതാക്കളെ ജില്ലാ നേതൃത്വം സംരക്ഷിക്കുന്നു എന്നാരോപിച്ചാണ് രാജി. കുറ്റക്കാർക്കെതിരെ നിലപാടെടുത്തവരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതായും പ്രതിഷേധിക്കുന്നവർക്കെതിരെ പാർട്ടി ഉന്നതർ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നതായും രാജിവെച്ചവർ ആക്ഷേപിച്ചു.